ഈ ഇഞ്ചക്ഷൻ നമ്മുടെ ആ ഒരു സാധാരണ ഒരു ബോഡി ആയിരിക്കുമല്ലോ, അത് മാത്രമല്ല ക്യാൻസറും കൂടെ വന്ന് ആകപ്പാടെ അവസ്ഥയിൽ എത്തുന്ന ഒരു ബോഡിയും കൂടി ആയിരിക്കാം. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആയിരിക്കില്ല. ഇഞ്ചക്ഷൻസ് അത്രയും പവർഫുൾ അല്ല. കാരണം ബോഡിക്ക് നാനോ ലെവലിൽ ഉള്ള ഗ്രാംസിലുള്ള ഇഞ്ചക്ഷനാണ്. അപ്പോൾ ബോഡി താങ്ങും. നമ്മളിപ്പോൾ എല്ലാം ഇപ്പോൾ ഒരു പാരസെറ്റമോൾ 500 മില്ലിഗ്രാം, ഇത് മില്ലിഗ്രാമിനെ കാട്ടിയും 1000 ഇരട്ടി കുറവാണ് നാനോ. 10⁻³ ആണ്. അപ്പോൾ ബോഡിക്ക് കുഴപ്പമില്ല. ഇപ്പം നാനോ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ DNA ലെവലിലുള്ള കറക്ഷൻ വരുമ്പം എല്ലാം ബോഡി എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ വലിയ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ആൽമരം, ഇപ്പം നമ്മൾ വലിയ ആൽമരം ഇപ്പോഴത്തെ ഉള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൽമരത്തിൻ്റെ ചില്ലകളും നമ്മൾ അതിൻ്റെ സ്റ്റെം എല്ലാം വെട്ടിക്കളയണതേ ഉള്ളൂ. വേരോടെ കിടക്കണം, വീണ്ടും ബോഡിക്ക് വരാം. അതാണ് ക്യാൻസർ റിലാപ്സ് പലർക്കും. നമ്മൾ സാധാരണ ഇപ്പം നാനോ എന്ന് പറഞ്ഞാൽ വേരോടെ എടുത്ത് അങ്ങ് ലേസർ കത്തിച്ചാൽ കളയും. ക്യാൻസർ ഇസ് റൂട്ട് ഔട്ട്. പിന്നെ ക്യാൻസർ നാനോ ടെക്നോളജി ആൻഡ് നാനോ ഓങ്കോളജി പുതിയൊരു വലിയ ഇമ്പാക്റ്റ് ഉള്ള വലിയൊരു ഏരിയയാണ്. അതിപ്പോൾ അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ US തന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പ്രത്യേകിച്ച് സൈറ്റ്മാൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ US അവർ സെൻറ്റ് ലൂയിസ് മിസോറിയിൽ ഓൾമോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കും എൻ്റെ ബ്രദറിനും നമ്മളൊരു പ്രോട്ടോക്കോളും അതും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഫുള്ളും കേരളത്തിൽ അത് എത്തിയിട്ടുണ്ട്. ഇല്ല, കേരളത്തിൽ നമുക്ക് വന്നിട്ടില്ല. നമ്മൾ കുറച്ച് അവരുമായിട്ട് വെളിയിൽ US യൂറോപ്പുമായിട്ടുള്ള കൊളാബറേറ്റ് ചെയ്യാണ്.